നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഒക്ടോബർ 25 ചൊവ്വ 2025 വാർത്തകളിലേക്ക്. ശബരിമലയെ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഒക്ടോബർ 28 വരെയാണ് ഒളിമ്പിക്സ് മാതൃകയുള്ള കായികമേള സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരുള്ള സ്വർണ്ണക്കപ്പാണ് ഇത്തവണ നൽകുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു 4 ദിവസത്തെ സന്ദർശനമായി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിൽ തങ്ങി നാളെ ഉച്ചയോടെ ശബരിമലയിൽ ദർശനം നടത്തും. രാജ്യത്തെ ഏറ്റവും മികച്ച സാമൂഹ്യ നിലവാരമുള്ള സംസ്ഥാനം കേരളമാണെന്ന് സർവേയിൽ കണ്ടെത്തൽ. പ്രമുഖ ദേശീയ മാധ്യമ സ്ഥാപനമായ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിലാണ് കേരളം ചരിത്രപരമായ നേട്ടം കൈവരിച്ച് 1ാം സ്ഥാനത്ത് എത്തിയത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി കൂടിയ ന്യൂനമർദ്ദം ഇന്നത്തോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് പ്രവചനം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ കനക്കുന്നു. എറണാകുളം കിഴക്കൻ മേഖലയിലും തിരുവനന്തപുരത്തും കണ്ണൂരും മലയോര മേഖലകളിലും മഴ ശക്തമായി തുടർന്ന് ജനജീവിതം ദുസ്സഹമായി. കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ പ്രത്യേക സംഘം ചോദ്യം ചെയ്തു. അറസ്റ്റിൽ നിലവിലുണ്ടാവില്ല എന്നാണ് വിവരം. നിലവിൽ അനന്തസുബ്രഹ്മണ്യത്തെ കൂടാതെ ചില ഇടനിലക്കാരെയും ചോദ്യം ചെയ്തു എന്നാണ് വിവരങ്ങൾ. അനന്തസുബ്രഹ്മണ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണ്ണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റിംഗ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട്. SBI ഗോൾഡ് ഡെപ്പോ സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാസമയം പുതുക്കി വയ്ക്കാത്തതിൽ 79 ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ട്. ഭക്തർ നൽകിയ ചാക്കണക്കിന് മഞ്ചാടിക്കുരു കാണാതായി, കുങ്കുമപ്പൂരകൾ കൊള്ളിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചുവെന്നും ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം പ്രതികരിച്ചു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം അക്ഷരം പ്രതി നടപ്പാക്കിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ പിടിച്ചെടുത്ത 100 കണക്കിന് എയർ ഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മണ്ണുമാന്ത്രി യന്ത്രം കയറ്റി നശിപ്പിച്ചു. കൊച്ചിയിൽ നടറിലോട്ട് എയർ ഹോണുകൾ പൊട്ടിക്കാൻ ഉപയോഗിച്ച റോഡ് റോളറിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല. PM ശ്രീ വിവാദത്തിൽ പ്രതികരിച്ച് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുന്ന പദ്ധതിയാണെന്നും ആനുകൂല്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അതുവഴി കേന്ദ്രങ്ങൾ നടപ്പാക്കുന്നതിനെതിരെയുള്ള എതിർക്കേണ്ടതുള്ളൂ എന്ന വിഷയത്തിലെ CPI എതിർപ്പിനെക്കുറിച്ച് അറിയില്ല എന്നാണ് വസീഫിൻ്റെ പ്രതികരണം. കൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ DYFI നിലപാടിൽ മാറ്റമല്ലെന്നും വസീഫ് വ്യക്തമാക്കി. CPM പത്തനംതിട്ട ഓതറ ലോക്കൽ കമ്മിറ്റിയിൽ കൂട്ടരാജിയും തമ്മിലടിയും. രാജിക്ക് പിന്നാലെ ഉണ്ടായ തമ്മിലടിയിൽ DYFI ബ്ലോക്ക് ട്രഷറർ OS സുധീഷിൻ്റെ കൈ തല്ലി ഒടിച്ചു. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലുണ്ടായ ബോട്ടപകടത്തിൽ കാണാതായ മലയാളി കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണൻ്റെ മൃതദേഹം കണ്ടെത്തി. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ അറിയിച്ചതായി NK പ്രേമേന്ദ്രൻ MP അറിയിച്ചു. 2 മലയാളി യുവാക്കൾ അടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസ്സിനകത്ത് തെറിച്ചു വീണതിനെ തുടർന്ന് യാത്രക്കാരിക്ക് പരിക്ക്. ബസ് സഡൻ ബ്രേക്ക് കിട്ടതിനെ തുടർന്നാണ് യാത്രക്കാരി തെറിച്ചു വീണത്. അപകടത്തിൽ യാത്രക്കാരിയുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു. കൊല്ലം മുട്ട്ര മരുതുമലയിൽ നിന്ന് താഴോട്ട് ചാടി ഗുരുതരമായ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയും മരിച്ചു. അടൂർ മുണ്ടപ്പള്ളി പെരിങ്ങനാട് സുവർണഭവനിൽ സഹുവിൻ്റെ മകൾ 14-കാരിയാണ് മരിച്ചത്. ശിവർണ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ശിവർണ. ഇതോടെ സംഭവത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ എണ്ണം 2ആയി. ശിവർണയോടൊപ്പം ചാടിയ മറ്റൊരു 14-കാരിയായ മീനു സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 17 വൈകിട്ടാണ് ഇരുവരും മുട്ട്ര മരുതുമലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത്. പാലക്കാട് വടക്കാഞ്ചേരി ദേശീയപാതയിൽ 5 മൂർത്തി മംഗലത്ത് റോഡ് മുറിച്ച് കിടക്കുന്നതിൻ്റെ കാർ യുവാക്കളെ ഇടിച്ച് വീഴ്ത്തിയ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഇന്ന് രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ബസ് ശരീരത്തിലൂടെ കയറി സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. പള്ളിക്കൽ സ്വദേശി തസ്ലിമയാണ് മരിച്ചത്. രാമനാട്ടുകരയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിനിടെയാണ് അപകടം ഉണ്ടായത്. ഓല ഇലക്ട്രിക്കിലെ യുവ എഞ്ചിനീയർ ജീവനൊടുക്കി. ഓല സ്ഥാപകൻ ഫവിഷ് അഗർവാൾ ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥർക്കെതിരെ മാനസിക പീഡനവും സാമ്പത്തിക ചൂഷണവും ആരോപിച്ച് 28 പേരുള്ള ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് 38-കാരനായ K അരവിന്ദ് എഞ്ചിനീയർ ജീവൻ ഒടുക്കിയത്. ബീഹാർ നിയമസഭയിലെ ആദ്യഘട്ട പോളിംഗിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായിട്ടും നേർക്കുനേർ പോരിൽ നിന്ന് പിന്മാറാതെ സഖ്യത്തിലെ കക്ഷികൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 143 സ്ഥാനാർത്ഥികളുടെ പട്ടിക രാഷ്ട്രീയ ജനതാദൾ ഇന്നലെ പുറത്തിറക്കി. ഫത്തേപൂരിൽ താൽക്കാലിക പടക്ക വിൽപ്പനശാല ഉണ്ടായ തീപിടുത്തത്തിൽ 70ഓളം കടകൾ കത്തി നശിച്ചു.
കാനഡയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് കാനഡയിലെ പുതിയ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ദിനേശ് പട്നായിക് അടുത്തിടെ CTV ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കാർ കാനഡയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ഭീഷണികൾക്ക് അദ്ദേഹം എടുത്തു പറഞ്ഞത്. വത്തിക്കാൻ ആസ്ഥാനത്ത് മുസ്ലിം വിശ്വാസികൾക്ക് പ്രാർത്ഥനാ മുറിയൊരുക്കി മാർപ്പാപ്പ. വത്തിക്കാൻ ആസ്ഥാനമുള്ള 500 വർഷം പഴക്കമുള്ള അപ്പസ്തോലിക് ലൈബ്രറിയോട് ചേർന്നാണ് മുസ്ലിം വിശ്വാസികൾ പ്രാർത്ഥനാ മുറി ഒരുക്കിയത്. ലൈബ്രറി സന്ദർശിക്കാൻ മുസ്ലിം വിശ്വാസികളുടെ ആവശ്യപ്രകാരമാണ് നടപടിയെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. മാലിദ്വീപിൽ നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ പരിധി വെട്ടിക്കുറച്ച് മലയാളം അടക്കമുള്ള ആയിരക്കണക്കിന് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കും. മാസത്തിൽ അയക്കാനുള്ള തുകയുടെ പരിധി SBI $500 നിന്ന് $150 കുറച്ചാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുക. ഈ മാസം 20-നാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുക. ഹോങ്കോങ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ ചരക്ക് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിലേക്ക് വീണു. അപകടത്തിൽ താഴെ ഉണ്ടായിരുന്ന സുരക്ഷാ വാഹനത്തിൻ്റെ ഇടിച്ച് 2 പേർ മരിക്കുകയും ചെയ്തു. അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. വിമാനത്തിൻ്റെ മുൻഭാഗം തകർന്ന നിലയിൽ കടലിൽ ഭാഗ്യമായി മുങ്ങിക്കിടക്കുകയാണ്. ആണവ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ക്ഷണം നിരസിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനി നിരസിച്ചു. യമൻ തലസ്ഥാനമായ സനാനയിൽ UN കേന്ദ്രം റെയ്ഡ് ചെയ്തതിന് പിന്നാലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ 25ഓളം UN ജീവനക്കാരെ കസ്റ്റഡിയെടുത്തായി UN ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗാസയിൽ സമാധാന കരാറിന് ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും തുടങ്ങിയ ആക്രമണം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പുനരാരംഭിച്ചായി ഇസ്രായേൽ സേന. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എടുത്ത പ്രതിജ്ഞ പാലിക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. രാജ്യത്തെവിടെ കാലുകുത്തിയാലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് കനേഡിയൻ ജനതയ്ക്ക് ട്രൂഡോ നൽകിയ വാക്ക് പാലിക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ടെന്നും പിൻഗാമി വ്യക്തമാക്കി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി പറഞ്ഞെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എയർഫോഴ്സ് 1-ൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ട്രംപ് ഇക്കാര്യം പറഞ്ഞത് താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചുവെന്നും റഷ്യ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും ട്രംപ് പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ വാക്ക് പാലിച്ചില്ലെങ്കിൽ വൻ തിരിവുകൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബർ മാസം US-ൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യാതെ ചൈനീസ് വ്യാപാരികൾ അമേരിക്കൻ ചരക്കുകൾ ഒഴിവാക്കിയതിലാണ് ഇത്തരത്തിൽ സംഭവിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. 2018 നവംബറിന് ശേഷം ആദ്യമായാണ് US-ൽ നിന്നുള്ള ഇറക്കുമതിയുടെ അളവ് 0-ൽ എത്തുന്നത്. US-ഉമായുള്ള ന്യായമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചാലും ചൈനയ്ക്ക് മേൽ 150% തിരിവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നിർണായക ധാതു കരാറിൽ ഒപ്പുവെച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. അൽ നസർ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ കളിക്കാൻ എത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നു. റൊണാൾഡോയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് FC ഗോവ സൗദി ക്ലബ്ബായ അൽ നസറിനോട് ആവശ്യപ്പെട്ടെങ്കിലും താരം ഇതുവരെ നിരസിച്ചുവെന്നാണ് റിപ്പോർട്ട്. കടപത്രങ്ങളും ഓഹരികളും ഇറക്കി 6000 കോടി രൂപ വരെ മൂലധനം സമാഹരിക്കാൻ ഒരുങ്ങി ഫെഡറൽ ബാങ്ക്. ലോക ക്യാപ്റ്റൻ ചന്ദ്രയുടെ വിജയകുതിരയെ തുടർന്ന് ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന ചിത്രത്തിൻ്റെ റിലീസ് മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ പുതിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. നവംബർ 14-ന് ചിത്രം റിലീസിന് എത്തും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.